ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസിന്റെ എപ്പിസോഡ് നമ്പർ 9 ആണ്. അതായത് ഫസ്റ്റ് എവിക്ഷൻ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചത്തെ എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗിസൈൽ അതിരാവിലെ ബിഗ് ബോസിന്റെ പാട്ടൊക്കെ വരുന്നതിന് മുൻപായിട്ട് തന്നെ പുള്ളിക്കാരി എന്തോ ഒരു ക്രീമൊക്കെ എടുത്തിട്ട് മുഖത്തൊക്കെ തേക്കുന്നത് കാണിച്ചിട്ട് സുഖമായിട്ട് ദൈവത്തിൻ്റെ കൂടെ പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങുന്നത് കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. രാവിലെ തന്നെ ആസ് യൂഷ്വൽ അനീഷ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഇവർക്കാണെങ്കിൽ ഗസൈലിനൊക്കെ തന്നെ ആ ഒരു ബാൻഡ് ഇല്ല. അപ്പോഴത്തേനെ അവർക്ക് അവിടുന്ന് കൊടുക്കുന്ന യൂണിഫോം എന്ന് പറയുന്ന ഒരു സാധനം മാത്രമേ വേറെയുള്ള അവകാശമുള്ളൂ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ശരി, അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ആണെങ്കിലും ശരി, ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗസൈൽ അത് യൂസ് ചെയ്യുന്നത് കണ്ടു. അനീഷ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ രണ്ടുപേരും കൂടെ ഇംഗ്ലീഷിലൊക്കെ കുറേ ചറാപറാച്ചിന പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അനീഷിന് ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയെങ്കിലും ഒരു പൊടിക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ അതിനെ വലുതാക്കി വലിയൊരു കോണ്ടന്റ് ആക്കി മാറ്റും. നന്നായിട്ട് തന്നെ അനീഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗസൈലിന് ആദ്യം തന്നെ ഒരുപാട് പ്രാവശ്യം വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. ലാലേട്ടൻ വന്ന് ഒരു വാർണിംഗ് കൊടുത്തു, ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ. എന്നിട്ടും ഇപ്പോഴും ഗസൈലിന്റെ കയ്യിൽ എന്തോ ക്രീമോ എന്തോ സാധനം മോയ്സ്ചറൈസറോ എന്തോ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇതിന്റെ മുമ്പിലോട്ട് എങ്ങനെ പോകും, എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ ഇനി കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. കാര്യം ഇത്രയൊക്കെ വാർണിംഗ് കൊടുത്തിട്ടും ഗസൈൽ ഇങ്ങനെ അതിനെ പെരുമാറുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ എന്താണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ദിവസം തുടങ്ങുന്നത് തന്നെ അതായത് പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം കൊടുക്കുകയാണ്. അതായത് ഇവർക്ക് ഒരു നമ്പർ കൊടുക്കുക, ലൈക്ക് 1 തൊട്ട് 20 വരെ. അതായത് രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ ഒരു കപ്പിൾ. അപ്പോൾ ടോട്ടൽ 20 എന്നുള്ളൊരു നമ്പർ. ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് ഇവർ തന്നെ യുനാനിമസ്ലി ഡിസൈഡ് ചെയ്യണം. ഇയാൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഒരു സാധനം റാങ്കിങ് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ആരാണോ അവർക്ക് 20 സെക്കൻഡ് മറ്റോ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? കയറിയിട്ട് അവരുടെ സാധനങ്ങളോ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വരുന്ന 15 സെക്കൻഡ്സ്, തേർഡ് തൊട്ട് 20 വരെയുള്ള എല്ലാവർക്കും 10 സെക്കൻഡ്സ്. പിന്നെ ബിഗ് ബോസ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് യുനാനിമസ്ലി വേണം ഡിസൈഡ് ചെയ്യാൻ. അതായത് ഒരാൾ ഫസ്റ്റ് എന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു രീതിയിൽ അറേഞ്ച് ആയിട്ട് ഇരിക്കുക, ഈ ഒരു സാധനവും പിടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആര് ഫസ്റ്റ് ആര് സെക്കൻഡ് ആവണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡിസ്കഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പാർട്ടിസിപ്പൻസും അതനുസരിച്ച് പറയുന്നുണ്ട്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, എനിക്ക് ഇന്ന റാങ്ക് വേണം, സെക്കൻഡ്, തേർഡ്, ഫസ്റ്റ്, തേർഡ്, 5, 6 എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാവരും ഓൾമോസ്റ്റ് ഒരു പരിപാടി പിടിച്ചിട്ട് ഓരോ റാങ്ക് പറയുമ്പോഴത്തേന് അതിന് മുമ്പ് അനീഷ് പറയുന്നുണ്ട്, അതായത് ഞാൻ തന്നെയാണ് ഫസ്റ്റ്. അതിൽ കൂടുതൽ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട്, എല്ലാ കാര്യത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഐ ഷുഡ് ബി ഫസ്റ്റ് റാങ്ക് എനിക്ക്, അതിൽ വേറെ സംശയമൊന്നും ഇല്ല എന്ന് പറയുന്നത്. എല്ലാവരും എതിർക്കുന്നുണ്ട്. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അനീഷിന് ഫസ്റ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ. അനീഷ് അപ്പം ഓൾറെഡി സെറ്റ് ചെയ്ത് ഓരോ ആൾക്കാർക്ക് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അനീഷ് എങ്ങനെയാണെങ്കിലും സമ്മതിക്കില്ല എന്നൊരു സാധനം വന്നു. ഇതിന്റെ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരാളാണ് ഷാനവാസ് പ്രോപ്പർലി പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, എന്താ പറയണേ, അതായത് യുനാനിമസ്ലി വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ഒരാൾ പോലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല, പണിപ്പുരയിൽ കയറാൻ പറ്റില്ല, ഒരാൾക്ക് പോലും കയറാൻ പറ്റില്ല. അവിടുത്തെ റേഷൻ ഒന്നുമില്ല, ഡ്രസ്സില്ല, ഒരു സാധനങ്ങളും ഇല്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ അതുകൊണ്ട് അനീഷ് ഇത്രയും ബഹളം പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പാണ് ശരിത്തും ബാക്കിയുള്ളവരൊക്കെ തന്നെ എതിർക്കുന്നുണ്ട്. ഇതിപ്പോൾ അക്ബറൊക്കെ തന്നെ പറയുന്നുണ്ട് പറ്റൂല, അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാനവാസ് ഇസ് ലൈക്ക് വെരി മച്ച് ലോജിക്കൽ. പുള്ളിക്കാരൻ പറയാണ്, എടാ അവൻ ഇങ്ങനെയാണ്, അവൻ അലമ്പും ഉറപ്പാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനീഷ് കൂടെ നിന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഒരാൾക്ക് പോലും പോകാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലീസ് അക്സെപ്റ്റ് ഇറ്റ്. അതായത് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയേ പറ്റൂ, നമുക്ക് ആവശ്യമുള്ള സാധനം എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അനീഷ് മാറൂല, അവൻ അങ്ങനത്തെ ഒരു തനാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കൺവിൻസ് ചെയ്യാനായിട്ട്. ഒരുവിധം കൺവിൻസ് ആയിട്ട് വരുന്നു. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ആരെ കൊണ്ടും അത് പറ്റുന്നില്ല. അവൻ മാത്രം ജയിക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നുണ്ട്. സരിക എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ്, എനിക്ക് വേണ്ട, അങ്ങനെ ഇപ്പം അവനെ ഫസ്റ്റ് ആക്കിയിട്ട് വേണ്ടാന്ന്. അങ്ങനെ എല്ലാവരും ഗസൈലാണെങ്കിലും അനുമോളാണെങ്കിലും എല്ലാവരും എതിർത്തിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അവൻ അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പോകണ്ട, വി ആർ ഓക്കെ വിത്ത് ദിസ് എന്നൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന സരികയുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നുണ്ട് ഷാനവാസിൻ്റെ കൂടെ. അത് വേറൊന്നുമല്ല, അതായത് ജസ്റ്റ് ഇമാജിൻ, ഇതിൽ കയറുമ്പോൾ 20 സെക്കൻഡ് 10 സെക്കൻഡ് ആ ഒരു സാധനം മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ചിലപ്പോൾ അനീഷിനെ വിട്ടേനെ. പക്ഷേ ചിലപ്പോൾ ഈ ഒരു ഗെയിം എന്ന് പറയുന്ന അടുത്തൊരു സാധനത്തിൽ ചിലപ്പം ബിഗ് ബോസ് പറയാൻ പോകുന്ന ഫസ്റ്റ് വന്ന ആൾ അല്ലെങ്കിൽ സെക്കൻഡ് വന്ന ആൾ എന്ന് പറയുന്നവർക്കൊന്നും ചിലപ്പോൾ നോമിനേഷൻ ഇല്ല.
എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ ഇപ്പോൾ അവന് കൊടുത്തിട്ട് അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലായിരുന്നു. ഈ ഒരു റാങ്കിങ് സിസ്റ്റം ഈ ഒരു ഗെയിം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറം മുമ്പിലേക്ക് ഒന്നും പോവില്ല, ഒരു കാര്യങ്ങൾക്കും എടുക്കില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ മേ ബി അക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, അതായിരിക്കും ദ ഗെയിം. അതുകൊണ്ട് തന്നെ അനീഷിന് അങ്ങനെ ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് സരിക എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പോയിന്റ്. കറക്റ്റായിട്ട് തന്നെ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. ഷാനവാസിനും അത് മനസ്സിലായിട്ടുമുണ്ട്. രാവിലെ തന്നെ അനീഷിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വെറുപ്പിക്കൽ. ഇത് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു ഹ്യൂമാനിറ്റിയുടെ എഗൻസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഹ്യൂമാനിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ലൈക്ക് എ സൊസൈറ്റി അല്ലേ, ഒരു ഗ്രൂപ്പ്, ഒരു സൊസൈറ്റിയിൽ നിന്ന് തന്നെ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണെന്ന് പറയാം. അപ്പോൾ അവിടെ ബാക്കിയുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്. അപ്പം കഴിക്കാൻ പോലും ആഹാരം പ്രോപ്പറായിട്ടുള്ള, അതുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടന് വന്നിട്ട് ഒരു ബോൾ ഓഫ് എന്താ പറയുക റവയൊക്കെ കൊടുത്തിട്ട് പോയത്. അപ്പം അത് മനസ്സിലാക്കി പെരുമാറേണ്ട ഒരാളാണ് അനീഷ്. അല്ല, എവറിബഡി അത് മനസ്സിലാക്കി ഒരു കൂട്ടായ ഒരു സാധനം എന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ അനീഷിൻ്റെ ആയിട്ടുള്ള ഗെയിം ഉണ്ട്, തോട്ട് ഉണ്ട്. അനീഷിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ, അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, പുറത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരിക, അത് കൊണ്ടുവരാൻ പറ്റി. അതാണ് അനീഷിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ എൻ്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മണിക്കൂർ ടൈമേ ഉള്ളൂ. 1 മണിക്കൂറിന്റെ മുമ്പ് ഇവർ ഡിസൈഡ് ചെയ്യണം ആരാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടു 20 വരെയുള്ള. അത് പറ്റിയില്ലെങ്കിൽ ആർക്കും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 1 അവർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് അനീഷ് കളിച്ചത്. 1 മണിക്കൂർ അലമ്പി നിന്ന് കഴിഞ്ഞാൽ അനീഷിന് ഫസ്റ്റ് കിട്ടും എന്ന് അനീഷ് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ആ ഒരു കാര്യം ചീറ്റിപ്പോയി. അതുകൊണ്ട് നമ്മൾ കാണുന്നതാണ് ഗിസൈൽ അവിടെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താണ്, ഇതായിരുന്നു അതിൻ്റെ പ്രൊമോ, ഇതായിരുന്നു ബേസിക്കലി. ഇതിനു മുമ്പ് എപ്പിസോഡിന് മുമ്പ് വരുന്ന പ്രൊമോയുടെ അത് ഇതായിരുന്നു, നമ്മൾ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തുന്നു, ഇനി ഉണ്ടാവില്ല, വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു സാധനമാണ് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. വേറെ കാര്യമൊന്നുമില്ല. ഗിസയിൽ ഇപ്പോഴും കൊടുത്ത ഒരു മേക്കപ്പ് ഐറ്റംസോ സാധനങ്ങളെല്ലാം ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ ഒന്നും യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഗിസയിൽ അത് മാറ്റി വെക്കുന്നുണ്ട്, വിച്ച് ഇസ് അഗൈൻസ്റ്റ് ദ റൂൾ. അപ്പോൾ ബിഗ് ബോസ് ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഇപ്പം തൽക്കാലം നിർത്തുന്നു, ഇനി ഇങ്ങനെ തുടരില്ല എന്ന് നിങ്ങൾ എല്ലാവരും എന്താ പറയുക ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാവരും വന്ന് വി ആർ എക്സ്ട്രീംലി സോറി, ഞങ്ങൾ ഇനി അങ്ങനെ ഒന്നും ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓക്കെ ആക്കി വിടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗിസൈൽ പറയുന്നുണ്ട്, ഗിസൈൽ വാ തുറന്നാൽ കള്ളേ പറയുള്ളൂ മേക്കപ്പിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി. അതായത് ഞാൻ കൊടുത്തു, എൻ്റെ ഇല്ല, ഞാൻ ഇന്നലെ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ബെന്നി, നമ്മുടെ ആക്ട്രസ് ആയുള്ള ബെന്നി പറയുന്നുണ്ട്, ഇല്ല ഞാൻ എന്താണെന്ന് അറിയില്ല, പക്ഷെ രാവിലെ ഞാൻ അവിടെ കിടന്നപ്പോഴത്തേനും ഗിസൈൽ എന്തോ എടുത്ത് മുഖത്തിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഗിസൈൽ പറഞ്ഞാൽ ഒന്നുമില്ല, അത് മറ്റേ കണ്ണിലെ ഒരു കോൺടാക്ട്സിൻ്റെ ആ ഒരു സാധനം ഇങ്ങനെ ഇട്ടതാണ്, അത് വെച്ചതാണ്, അത് വേറൊന്നുമല്ല, അത് എൻ്റെ ഒന്നുമില്ല എന്നൊക്കെ ഗിസൈൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ, അതായത് അനീഷ് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് ഷാനവാസിനെ ഒരു ക്യാപ്റ്റൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം കൈമാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അനീഷ് സെലക്ട് ചെയ്തൊരു സാധനം ചീപ്പാണ്. അത് പുള്ളിക്കാരൻ പറഞ്ഞ് ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സാധനം മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാത്തത്, അത് കംപ്ലീറ്റ് റെസ്പെക്റ്റോടെ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ അതാണ് പുള്ളിക്കാരൻ പറയുന്ന സാധനം, ഭയങ്കര ക്രിസ്പായിട്ടാണ് പറയുന്നത്, ഭയങ്കര എന്താ പറയുക ടു ദ പോയിന്റ് എന്ന് പറയുന്ന സാധനം പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് മിക്കവർക്കും അവിടെ അങ്ങനെ ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് അനീഷിനുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സാധനമാണ്. എത്രയൊക്കെ അലമ്പിയായാലും പറയേണ്ട സാധനം ഇങ്ങനെ അലമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രിസൈസ് ആയിട്ട് ക്ലീൻ ആയിട്ട് അവതരിപ്പിക്കും. ഇതൊക്കെ തന്നെയാണ് അനീഷ് കുറച്ചും കൂടി മുകളിലോട്ട് വരുന്നതിൻ്റെ ഒരു കാരണം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ക്രൂഷ്യൽ സാധനമാണ് മിഡ് വീക്ക് എവിക്ഷൻ. അതായത് മൺഡേ ട്യൂസ്ഡേ ആ ഒരു ടൈം, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എവിക്റ്റഡ് ആയി പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. ടോട്ടലായിട്ട് 6 പേരെയാണ് ആ ഒരു നോമിനേഷൻ സംഭവം മിഡ് വീക്ക് എവിക്ഷനിൽ ഇടേണ്ടത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് എന്തുകൊണ്ട് പറയുന്ന ആൾ എന്തുകൊണ്ട് ആ ഒരു 6ന്റെ അകത്ത് വരാൻ പാടില്ല, അതായത് ഒരു പോസിറ്റീവ്സ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാനവാസും അക്ബറും പറയേണ്ട ആവശ്യമില്ല, അവർ അടുത്ത നോമിനേഷനിൽ ഓൾറെഡി അവർ ഉണ്ട്. ആ ഒരു ഗെയിം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പണി സംതിങ്, അത് കാരണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് പറയുന്നുണ്ട്, അതിൻ്റെ കാരണം പറയുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. അതായിട്ട് ഓരോരുത്തർക്ക് 6 പേരെ പറയാം, 6 പേരുടെ പേര് പറയാം. ഏറ്റവും മെജോറിറ്റി ഉള്ള 6 പേരായിരിക്കും ആ ഒരു ലിസ്റ്റിൽ വരുന്നത്. അതായിട്ടൊരു ഗെയിം എന്തെങ്കിലും ഉണ്ടാവുക. ഗെയിം കഴിഞ്ഞിട്ട് ആരാണോ മോശമായിട്ട് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മാർക്ക് അല്ലെങ്കിൽ പോയിന്റ്സ് കിട്ടുന്നത്, അവരായിരിക്കും ഔട്ട് ആവുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വന്നേക്കുന്ന നമ്പർ 1 അനീഷ്, ഉറപ്പായിട്ട് അനീഷ് ഉണ്ടാവുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, അനീഷ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒനിൽ സാബു ഉണ്ട്, സരികയുണ്ട്, അത് കഴിഞ്ഞിട്ട് റന ഫാത്തിമയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ
ഇന്റർവ്യൂ ചേച്ചിയുണ്ടല്ലോ, ഷാരിക KP, പിന്നെ രേണു സുധി, ഇത്രയും പേരാണുള്ളത്. ഇത്രയും പേര് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാൾ പോകും. എനിക്ക് തോന്നുന്ന മോസ്റ്റ് പ്രോബബ്ലി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ബിഗ് ബോസിന് ഇപ്പോൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേന്, ഇത് ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ പറയണൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അവിടെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും പണ്ടത്തെ ചെറിയ ട്രോമ തൊട്ട് ഒരു എല്ലാ കാര്യം അതിൻ്റെ അകത്ത് സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ സംസാരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഒരു ഐഡിയ ഉണ്ട്, ഇന്ന ടൈപ്പ് ഓഫ് ഗെയിം കൊടുത്തു കഴിഞ്ഞാൽ ആരായിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നൊരു ഐഡിയ ബിഗ് ബോസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള 6 പേരിൽ ആർക്ക് വേണം പണി കൊടുക്കാൻ, അല്ലെങ്കിൽ ആർക്ക് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കണം എന്നൊക്കെ ബിഗ് ബോസിന് ഉറപ്പായിട്ടും ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗെയിം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു എന്ത് കൈൻഡ് ഓഫ് ഒരു ഗെയിമാണെന്നുള്ളത്. അതനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ളവർ ഔട്ടാവൂലേ എന്നൊക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലാവും. ആ കൈൻഡ് ഓഫ് ഗെയിംസ് കൊടുക്കും. ബാക്കിയുള്ളടത്ത് ഇതിന് മുമ്പത്തെ ലീഡർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബിഗ് ബോസ്, അതുപോലെ ലക്കിന്റെ ബേസ്ഡ് ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബിഗ് ബോസിന് വലിയൊരു ഇതില്ല. അത് ആരാണെങ്കിലും ബിഗ് ബോസ് ഡസൻ ഗീവ് എ ഡാം. പക്ഷെ ഇത് അങ്ങനെയല്ല. അതായത് ഇപ്പൊ അനീഷാണ് പോകുന്നതെങ്കിൽ ബിഗ് ബോസിന്റെ ഓൾമോസ്റ്റ് ഒരു 60 to 70% ഓഫ് ദ കണ്ടന്റ് അവിടെ തന്നെ തീർന്നു. അതുകൊണ്ട് ഒരിക്കലും അനീഷിനെ പറഞ്ഞു വിടുമെന്ന് തോന്നില്ല. 99.9% അനീഷ് ഔട്ട് ആവില്ല. പിന്നെ ഉള്ള ഒന്നാണ് ഒനിൽ സാബു ചാൻസ് ഉണ്ട്, സരിക ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്ന മോസ്റ്റ് പ്രോബബ്ലി പോകാൻ ചാൻസ് ഉള്ളത് ആള് ഷാരിക KP ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രേണു സുധി ഒന്നും പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം മേ ബി മോസ്റ്റ് പ്രോബബ്ലി കുറച്ചൊരു പുള്ളിക്കാരി ഇച്ചിരി ഒരു ചബിയാണല്ലോ ഷാരിക. അപ്പം അതൊരു എൻഡ്യോറൻസ് ഒക്കെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഗെയിം ആയിരിക്കും മിക്കവാറും വരുന്നത്. അല്ലാതെ ടൈനി സ്കിൽസ് റിലേറ്റഡ് സാധനമാകാനുള്ള ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. ഷാരിക ആയിരിക്കും മിക്കവാറും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷന് പോകുന്നത്, അല്ലെങ്കിൽ ഒനിൽ സാബു ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. രേണു സുധിയും അനീഷും എന്തായാലും പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവർ 6 പേർക്ക് കണ്ണാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സൈഡിൽ കറുത്തൊരു സാധനം പാരറ്റ്സിന്റെ പോലെ ഒരു സാധനം വെച്ചിട്ട് മിഡ് വീക്ക് എവിക്ഷൻ എന്ന പേരിൽ കണ്ണാടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതാണ് അതായത് നോർമൽ എവിക്ഷൻ, അതായത് വീക്കെൻഡ് എവിക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ. എൻ്റെ അടുത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതായത് മിഡ് വീക്ക് എവിക്ഷൻ ഉള്ള ആൾക്കാരും പിന്നെ വീക്കെൻഡ് എവിക്ഷൻ ഉള്ള ആൾക്കാരെല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഗ്യാങ് ഓൾമോസ്റ്റ് 19 പേരുണ്ട്. ഒരാൾ മാത്രമാണ് അതിൻ്റെ അകത്ത് ഇല്ലാത്തത്. അത് വേറെ ആരുമല്ല, അഭിലാഷ് മാത്രം ഇത് രണ്ടിൻ്റെ ഇടയിലും പെടാതെ എങ്ങനെയോ രക്ഷപ്പെട്ടിരിക്കുകയാണ്. മേ ബി ഇനി അടുത്തതിലൊക്കെ പുള്ളിക്കാരൻ വരുമായിരിക്കും. പക്ഷെ ഇപ്പം ബാക്കിയുള്ള എല്ലാവരും പെട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയേക്കുന്നത്, അതായത് നോമിനേഷൻ എന്നുള്ള സാധനം കിട്ടിയേക്കുന്നത് ശൈത്യക്കാണ്. പിന്നെ കിട്ടിയത് അപ്പാണി ശരത്ത്. അപ്പോൾ ശരത്തൊക്കെ ഭയങ്കര ഒരു പ്ലാനിങ് പ്ലോട്ടിംഗ് ഒക്കെ വെച്ചിട്ട് നൈസായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ശരത്തിന്റെ കിളി മാറുകയാണ്. അതായത് സംഭവം വിചാരിച്ച പോലല്ല, ആൾക്കാർ വേറൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന എന്നൊരു തോട്ട് വന്നിട്ടുണ്ടാവും ശരത്തിന്. അപ്പം ഇനി ശരത്ത് ഒന്നും കൂടി കളമൊക്കെ ഒന്ന് മാറ്റി ചവിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ശൈത്യക്ക് നേരത്തെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഇൻവോൾവ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ ശൈത്യയും ഈ ഒരു വീക്കെൻഡിൽ ഔട്ടാവാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. പിന്നെ RJ ആണെങ്കിലും ശരി, ഗിസൈലിനെ എടുത്ത് കളയണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എങ്ങനെയൊക്കെ നോക്കിയാൽ അത് എടുത്ത് കളഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ഒരു ഷോയുടെ ആ ഒരു ജെന്യൂനിറ്റിക്ക് അത് ഭയങ്കര ഒരു കോട്ടം തട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒബ്വിയസ്ലി അത് എടുത്ത് കളഞ്ഞിരിക്കണം ഗിസൈലിനെ. ഐ എം നോട്ട് ഷുവർ, എനിക്ക് അറിഞ്ഞൂടാ ഇവരുടെ എന്താണ് പ്ലോട്ട് എന്നൊക്കെയുള്ള സാധനം. ബട്ട് ഫോർ മീ ഗിസൈൽ എന്തായാലും പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഷാരിക KB, അതുപോലെ തന്നെ രേണു സുധി, പിന്നെ സരിക, കലാഭവൻ സരിക, അതുപോലെ തന്നെ ബെന്നി, ഇത്രയും പേര് ഡിസ്കസ് ചെയ്യുന്നൊരു സംഭവമാണ്. അവിടെ രേണു സുധി പറയുന്നുണ്ട് എനിക്ക് മതിയായി, ഇത് എനിക്ക് ഹെൽത്ത് വൈസും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്കത് പുറത്ത് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ബെന്നി ആരോ പറയുന്നുണ്ട്, അതായത് ചേച്ചിയുടെ കളി അങ്ങോട്ട് സുഖമാണല്ല, ഒരു എനർജി കുറവെന്ന്. അപ്പോഴാണ് പറയുന്നത് രേണു ഇല്ല എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് പോകണം, അതിനോട്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്ക് സ്റ്റിൽ നോട്ട് കൺവിൻസ്ഡ്. ഇത്രയും പ്ലാനിങ് പ്ലോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് രേണു അകത്തോട്ട് കയറിയിട്ട് പെർഫോം ചെയ്യാത്തത് മേ ബി എനിക്ക് തോന്നുന്നത് ഒന്ന് എവിക്റ്റഡ് ആകും എന്നുള്ളൊരു പേടിയായിരിക്കും. ബാക്കിയുള്ള ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. അല്ലെങ്കിൽ ചുമ്മാ രേണു സുധി ചുമ്മാ ഒരു ട്രാം ഇറക്കണതാണ്, ഞാനിപ്പോൾ പോവും എന്നൊക്കെയുള്ളൊരു സാധനം ചുമ്മാ ഇറക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഇനി എന്തായാലും പെർഫോം ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നില്ല രേണു. ഉറപ്പായിട്ടും വേറൊരു റേഞ്ചിലോട്ട് രേണു കൊണ്ടുപോകും. രേണു കയറിയപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ ആദ്യമൊന്നും അല്ല കളിക്കേണ്ട, ആദ്യമൊക്കെ നമ്മൾ പതുക്കെ ലൈറ്റായിട്ട് നിൽക്കുക, പിന്നെ വേണം നമ്മൾ കളിച്ചു തുടങ്ങാൻ, 1 ആഴ്ച 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പോൾ രേണുയുടെ പ്ലാൻ തന്നെ അതായിരിക്കും, സ്റ്റാർട്ടിങ്ങിൽ ഉടക്കാതെ നൈസായിട്ട് നിൽക്കുക, എല്ലാവരും ഓരോന്ന് എന്താ പറയുക, എല്ലാവരുടെ ഐഡിയ, എല്ലാവരുടെയും ഒരു ടീം ഫോമിങ് പരിപാടിയൊക്കെ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ അടിച്ചു തുടങ്ങുക എന്നൊരു പ്ലാനിലാണ്
എന്നൊരു പ്ലാനിലാണ് രേണു നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തോരം അത് സക്സസ്ഫുൾ ആകും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്തായാലും.